അപ്പൂസേ ഇവിടെ വാ, അമ്മ ഡ്രസ് ഇട്ട് തരാം. എടാ അപ്പൂസേ, എപ്പോഴും പോലെ ഡ്രസ് ഇടാൻ നിന്റെ വാശി തുടങ്ങിയോ? ഈ ചെക്കന് ഈ ഡ്രസ് ഇടുന്നതേ ഇഷ്ടമല്ല. പക്ഷേ ഡ്രസ് ഇടാതിരുന്നാലേ കൊതു കടിക്കോടാ അപ്പൂസേ. ഈ ഡ്രസ് ഇട്ടോ, ഇവിടെ വാ. അതെ, അവൻ എപ്പോഴാ ഡ്രസ് വേണമെന്ന് പറഞ്ഞിട്ടുള്ളത്? എപ്പോഴും അവന് ഡ്രസ് വേണ്ട, ഡ്രസ് ഇടുന്നതേ അവന് ഇഷ്ടമല്ല. പക്ഷെ ഈ ചെക്കന് ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഡ്രസ് ഇട്ട് കൊടുക്കണല്ലോ. അതെ, എന്നെ കൊണ്ടേ കഴിയുന്നില്ല. ശരി, എന്നാ നിന്റെ അനിയനെ നീ ഡ്രസ് ഇട്ട് കൊടുക്ക നോക്കാലോ. ആ തരാം. ആദ്യം നീ ഡ്രസ് ഇടാന്ന് പറയും, അവനതിന് സമ്മതിക്കട്ടെ, പിന്നെയല്ലേ. അതെയോ, എവിടെ പറയും നോക്കട്ടെ. എന്തറിയാ, നിന്റെ ഉണ്ണിക്കുട്ടൻ നീ പറഞ്ഞ കേക്കെന്ന് പറഞ്ഞില്ലേ? എന്നാ നീ പറഞ്ഞിട്ട് ഡ്രസ് ഇടാന്നും പറഞ്ഞോ? അതെ അതെ, അപ്പൂസ് അപ്പിക്കുട്ടിയാ. പക്ഷേ നീ അത്രയ്ക്ക് നല്ല കുട്ടിയൊന്നും അല്ല കേട്ടോ. നീയും ചെറുപ്പത്തിലെ ആദ്യക്കുട്ടനെ പോലെയൊക്കെ തന്നെയാ. ഡ്രസ് ഇട്ട് തരാന്നും പറഞ്ഞ കേൾക്കുകയേ ഇല്ല. ഡ്രസ് വേണ്ടാന്നും പറഞ്ഞ ഒരേ വാശി പിടിക്കും. ആദ്യക്കുട്ടനെങ്കിലും കുഴപ്പമില്ല, എത്ര തന്നെ വാശി പിടിച്ചാലും പിന്നെ ഞാൻ ഡ്രസ് ഇട്ട് കൊടുത്താൽ ശരിയെന്നും പറഞ്ഞ് ഇടും. പക്ഷെ നീ അങ്ങനെയല്ല കേട്ടോ. നീ ഒരേ വാശിയായിരിക്കും. പിന്നെ നിനക്ക് ഡ്രസ് ഇട്ട് തരാൻ നിന്റെ അച്ഛൻ വരണം. നിന്റെ അച്ഛൻ വന്ന് ഡ്രസ് ഇട്ട് തന്നാൽ മാത്രമേ നീ ഡ്രസ് ഇടുള്ളൂ. അതുകൊണ്ട് നീയും അത്രയ്ക്ക് നല്ല കുട്ടിയൊന്നും അല്ല. നീയും കുറച്ച് അപ്പിക്കുട്ടിയൊക്കെ തന്നെയാ. അതെങ്ങനെ? അപ്പുകുട്ടി വാശി പിടിക്കുമ്പോ മാത്രം അവന് നീ അപ്പിക്കുട്ടിയാണെന്ന് പറയുന്നില്ലേ? അപ്പൊ നീയും തന്നെ വാശി പിടിച്ചിട്ടുണ്ട്. അവനേക്കാളും നീ കൂടുതൽ കുറുമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നീ മാത്രം എങ്ങനെ നല്ല കുട്ടിയാവുക? നീയും അപ്പിക്കുട്ടി തന്നെയല്ലേ? അയ്യോ ശരി ശരി, ഇനി നീ കരയാൻ നിൽക്കണ്ട. അല്ലെങ്കിലേ ഇവനെ കൊണ്ട് എനിക്ക് മതിയാവുന്നുണ്ട്. നീ നല്ല കുട്ടിയാണ്, അപ്പിക്കുട്ടിയൊന്നും അല്ല. പോരെ? ആദ്യം നമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അപ്പൂസിന് ഡ്രസ് ഇട്ട് കൊടുക്കാൻ വാ. എടാ അപ്പൂസേ, ഇനി ഡ്രസ് ഇടാതിരുന്ന അമ്മന്റെ കയ്യിൽ നിന്ന് തല്ലി കിട്ടും. വാ, അമ്മ ഡ്രസ് ഇട്ട് തരാം. എടാ അപ്പൂസേ, വേണ്ടാന്നോ? ഇപ്പൊ അമ്മ തല്ലി തരും, നോക്കിക്കോ. ഈ ഡ്രസ് ഇട്ട് ഇങ്ങോട്ട് വാ. കരയാൻ തുടങ്ങി. എടാ ഇപ്പൊ എന്തിനാ കരയണ്? ഞാൻ ഡ്രസ്സല്ലേ ഇട്ട് തരാന്നും പറഞ്ഞത്. അയ്യോ അയ്യോ അയ്യോ, എന്താ ഇവിടെ? എന്റെ പേരക്കുട്ടിനെ എപ്പോഴും കരയിപ്പിക്കുന്നതാണ് ഈ വീട്ടിലുള്ളവർക്ക് പണി. എന്താ ചെക്കനെ ഒരു ദിവസമെങ്കിലും കരയിപ്പിക്കാതെ ഇരുന്നൂടെ? അയ്യോ അമ്മ, ഞാൻ കരയിപ്പിച്ചതൊന്നും അല്ല. അവന് ഡ്രസ് ഇട്ട് കൊടുക്കാന്നും പറഞ്ഞപ്പോ അവൻ ഡ്രസ് വേണ്ടെന്നും പറഞ്ഞ് കരയുക. ഓ, രണ്ട് കുട്ടികളെ പറ്റൂ. ഇനിയും ഒരു കുട്ടിക്ക് കരയിപ്പിക്കാതെ ഡ്രസ് ഇട്ട് കൊടുക്കാൻ അറിയുന്നില്ല. കുട്ടികളെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ വാശി പിടിക്കും. അവർക്ക് എങ്ങനെ നല്ല വാക്ക് പറഞ്ഞ് ഡ്രസ് ഇട്ട് കൊടുക്കണമെന്ന് പോലും നിനക്കറിയില്ലേ? അല്ലമ്മ, അത് ഞാൻ എന്ത് പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല. ഓ, കേൾക്കുന്നില്ല എന്ന് പറയാൻ കേൾക്കേണ്ട പ്രായമായോ? അവൻ പച്ച കുട്ടിയല്ലേ. നമ്മ തന്നെ നല്ലപോലെ നല്ല വാക്കൊക്കെ പറഞ്ഞ് അവന് ഡ്രസ് ഇട്ട് കൊടുക്കണം. അതുപോലെ അറിയുന്നില്ല. ആ ഡ്രസ് ഇങ്ങോട്ട് താ, ഞാൻ ഇട്ട് കൊടുക്കാം. അച്ഛമ്മേ, എന്റെ ഉണ്ണിക്കുട്ടിക്ക് ഞാൻ ഡ്രസ് ഇട്ട് കൊടുക്കും. അച്ഛമ്മ ഇട്ട് കൊടുക്കണ്ട. അതെ, ഇത്ര നേരം നീയും നിന്റെ അമ്മയും കൂടി നിന്റെ ഉണ്ണിക്കുട്ടനെ ഡ്രസ് ഇട്ട് കൊടുത്തത് ഞാൻ കണ്ടു. ഒന്ന് അങ്ങോട്ട് മാറി നിൽക്കടി. എന്റെ പേരക്കുട്ടിക്ക് ഞാൻ ഡ്രസ് ഇട്ട് കൊടുക്കാം. അച്ഛമ്മന്റെ മുത്തുമണിയാണ്. അച്ഛമ്മ ഡ്രസ് ഇട്ട് തന്നാ അപ്പുകുട്ടി ഡ്രസ് ഇടും. അല്ലട കുട്ടാ. എവിടെ എവിടെ കൈപ്പൊക്ക്, അച്ഛമ്മ ഡ്രസ് ഇട്ട് തരാം. എടാ മോനെ, അങ്ങനെ പറയില്ലടാ. കൈ
അയ്യോ, അവൾക്ക് ഡ്രസ് ഇട്ട് കൊടുക്കാൻ അറിയില്ല, ഞാൻ ഇട്ട് കൊടുക്കാന്നും പറഞ്ഞു വാങ്ങിച്ചു. ഡ്രസ് ഇട്ട് തരാന്നും പറഞ്ഞ് ഇവൻ ഞാൻ പറയണല്ലോ. ഇപ്പൊ എന്ത് ചെയ്യും? ഇല്ല, അവളുടെ കയ്യിൽ നിന്ന് ഡ്രസ് വാങ്ങിച്ച് നമ്മൾ ഇട്ട് കൊടുക്കാതെ വിട്ടാലേ പിന്നെ നമുക്ക് മോശമായി പോകും. എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഇവനിപ്പോ ഈ ഡ്രസ് ഇട്ട് കൊടുത്ത് തന്നെ പറ്റും. എടാ ആദിക്കുട്ടാ, അച്ഛമ്മന്റെ മുത്തുമണി, അല്ലെങ്കിലേ എന്റെ പേരക്കുട്ടി ചന്തക്കാരനാ. ഇനിയിപ്പോ ഈ ഡ്രസ്സും കൂടെ ഇട്ടൊന്ന് വെക്കി, നല്ല സുന്ദര കുട്ടപ്പനാവും. ഈ ഡ്രസ്സ് മാത്രം നീ ഇട്ടൊന്ന് വെക്കി, അച്ഛമ്മ നിനക്ക് നിറയെ മുട്ടായി വാങ്ങിച്ചു തരും. നിറയെ മുട്ടായി, എല്ലാം എന്റെ അപ്പുകുട്ടിക്ക് മാത്രമാ. ഇതാ നിന്റെ ചേച്ചി പെണ്ണില്ലേ, അവൾക്ക് ഒരു മുട്ടായി പോലും ഞാൻ കൊടുക്കില്ല. എല്ലാം എന്റെ സുന്ദര കുട്ടപ്പന് മാത്രം തന്നെയാ. അച്ഛമ്മ മുട്ടായി വാങ്ങിച്ചു തരാ, ഈ ഉടുപ്പൊന്ന് ഇടടാ മോനെ. എടിക്കുള്ളി പാറോ, ഞാനേ അവൻ ഡ്രസ് ഇടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. ഇതിൽ ഇവൾക്ക് മുട്ടായി വേണവ, മുട്ടായി. മുട്ടായില്ല, ഒന്നുമില്ല, മിണ്ടാതെ അവിടെ നിക്കടി. ശരി പോട്ടറിയ വിട്. നിന്റെ അച്ഛമ്മയില്ലേ അപ്പുക്കുട്ടന് ഡ്രസ് ഇട്ട് കൊടുക്കാൻ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുക. നിനക്കെന്താ മുട്ടായല്ലേ വേണ്ടത്? അച്ഛൻ വാങ്ങിച്ചു തരും, നീ വിഷമിക്കണ്ട. ശരി. എടാ അപ്പുകുട്ടി, ഈ ഉടുപ്പ് ഇടടാ. ഈ അച്ഛമ്മ പാവല്ലേ, ഇപ്പൊ മാത്രം നീ ഉടുപ്പ് ഇട്ടില്ല, നിന്റെ അമ്മന്റെ മുന്നിൽ വെച്ച് ഈ അച്ഛമ്മന്റെ മാനം മര്യാദ എല്ലാം പോവോടാ. അയ്യോ, ഇവ ഇങ്ങനെ വാശി പിടിക്കണല്ലോ. ഇവ ഇങ്ങനെ വാശി പിടിക്കുന്ന അറിഞ്ഞതാണെങ്കിൽ അവളുടെ അടുത്ത് ഞാൻ ഉടുപ്പ് ഇട്ട് കൊടുക്കാന്നും പറഞ്ഞ് വാങ്ങിച്ചിട്ടേ ഉണ്ടാവില്ല. അല്ല, ഇനിയിപ്പോ ഇട്ട് കൊടുത്തില്ലെങ്കിൽ മോശമായി പോകും. ഇനി വേണ്ടി ഇപ്പൊ കൈയും കാലും പിടിച്ചെങ്കിൽ ഈ ഉടുപ്പ് ഇട്ട് കൊടുക്കണം. ശരി ശരി, പോട്ടെ പോട്ടെ. അച്ഛമ്മ നിനക്ക് വേദനിക്കാതെ ഉടുപ്പിട്ട് തരാട്ടോ. ചേട്ടാ, ഉടുപ്പ് ഇട്ട് തരുന്നവരെ ഒന്നും മിണ്ടാതിരിക്കുന്നു പറഞ്ഞില്ലേ? അയ്യോ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞ ചെക്കൻ കരയാൻ നിക്കണേ. എടാ ആദിക്കുട്ടാ, കരയല്ലടാ. അച്ഛമ്മ എന്തോ ഒരു ദേഷ്യത്തിന് സൗണ്ട് ആയിട്ട് സംസാരിച്ചു പോയി. കരയണ്ട കേട്ടോ, കരയണ്ട കരയണ്ട കരയണ്ട. എന്താ അമ്മേ, എന്തോ എനിക്ക് കുട്ടിക്ക് ഡ്രസ് ഇട്ട് കൊടുക്കാൻ അറിയില്ലെന്നും പറഞ്ഞ് വാങ്ങിച്ചു. ഇപ്പോ അമ്മയ്ക്ക് ഡ്രസ് ഇട്ട് കൊടുക്കാൻ പറ്റിയില്ലേ? ഓ എന്താ പിന്നെ, എനിക്ക് ഡ്രസ് ഇട്ട് കൊടുക്കാൻ അറിയാണ്ടൊന്നുമല്ല. ഇപ്പൊ അവനെ ഒരുപാട് ചൂടെടുക്കായിരിക്കും, അതാണ് ഡ്രസ് വേണ്ടെന്നും പറഞ്ഞ് കരയുന്നു. ഇപ്പൊ എന്താ, കുട്ടി തന്നെയല്ലേ, ഡ്രസ് ഇടാണ്ടിരുന്ന ഒന്നും ആവില്ല. ആ, ഡ്രസ് ഇടാതിരുന്ന ഒന്നും ആവില്ല. പക്ഷെ എനിക്ക് ഡ്രസ് ഇട്ട് കൊടുക്കാൻ അറിയില്ലെന്നും പറഞ്ഞല്ലേ അമ്മ വാങ്ങിച്ചത്. ഇപ്പോ അമ്മയ്ക്ക് അവന് ഡ്രസ് ഇട്ട് കൊടുക്കാൻ പറ്റിയില്ലേ? അതെ, അച്ഛനിക്കും അപ്പുകുട്ടിക്ക് ഡ്രസ് ഇട്ട് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. കുള്ളിപ്പാറോ, ഒന്ന് മിണ്ടാതിരിക്കടി. എന്താ ഉണ്ട് ഒരു ചിരി? എനിക്ക് ഡ്രസ് ഇട്ട് കൊടുക്കാൻ അറിയാണ്ടൊന്നുമല്ല. ഞാൻ വിചാരിച്ച ഇപ്പോഴൊക്കെ അവന് ഡ്രസ് ഇട്ട് കൊടുക്കും. പിന്നെ കരയണ കുട്ടീനെ വെറുതെ ഡ്രസ് ഇട്ട് കൊടുത്ത് കരയിപ്പിക്കണ്ടെന്നും പറഞ്ഞിട്ടാ. ആ, അറിയുന്നുണ്ട് അറിയുന്നുണ്ട്. എടാ അപ്പൂസേ, എന്തിനാടാ നീ ഇപ്പൊ കരയുന്നത്? ഞാനാടാ കരയേണ്ടത്. അവളെ കൊണ്ട് നിനക്ക് ഞാൻ ഡ്രസ് ഇട്ട് തരാന്നും പറഞ്ഞ് വാങ്ങിച്ചില്ലേ, എന്നെ പറയണോടാ. ഇപ്പൊ അവളുടെ മുമ്പിൽ എന്റെ മാനം മര്യാദ എല്ലാം പോയി. അതിന്റെയൊക്കെ കാരണം നീയാടാ. നീ ഒറ്റൊരുത്തൻ കാരണമാണ് എന്റെ മാനം പോയതിപ്പോ. മര്യാദക്ക് ഞാൻ ഡ്രസ് ഇട്ട് തന്നപ്പോ തന്നെ നീട്ടതാണെങ്കിൽ എനിക്ക് ഇത്ര മാനക്കേട് വേണോ? എടാ കള്ളക്കുട്ടി, നിന്റെ അമ്മന്റെ മുന്നിൽ എന്റെ മാനത്തിന് വാങ്ങിട്ട് നീ കിടന്ന് ചിരിക്കുവാണോ? അയ്യോ, രണ്ടെണ്ണവും കൂടി ചിരിക്കണല്ലോ. ഇനിയിപ്പോ ഇതുകള് ചിരിക്കണത് പോരാണ്ട് ഇതുകളുടെ അമ്മ വേറെ. ഇനിയിപ്പോ ഞാൻ പോകുമ്പോഴും വരുമ്പോഴും ഒരു കുട്ടിക്ക് ഡ്രസ് ഇട്ട് കൊടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് എന്നെ നോക്കി ചിരിക്കുമല്ലോ. ഞാൻ എന്ത് ചെയ്യും ഭഗവാനെ? ഒരു അമ്മായിയമ്മയാണെന്ന് എത്ര ഗത്തായിട്ട് ഇരുന്നതാ ഞാന്. എന്റെ വിലയൊക്കെ കളഞ്ഞല്ലോ ഈ പൊടി കുട്ടികള്. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോയിലേക്ക് ഒരു ലൈക്ക് ഇടണം. വീഡിയോ എങ്ങനെയുണ്ട് എന്ന് മറക്കാതെ കമന്റ്സിൽ പറയണം. വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. റിയ കുട്ടി നിങ്ങളെ കാണേ നാളെ വരാം ട്ടോ. ബൈ.